السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസൈനിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആല ഇമ്രാനിലെ 183 വചനം ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. ذلك അതായത് ആ ശിക്ഷ ബിമാ ഖദ്ദമത്ത് മുൻകൂട്ടി ചെയ്ത കാരണത്താലാണ്. ബിമാ ഒരു കാരണത്താലാണ്, ഖദ്ദമത്ത് മുൻകൂട്ടി ചെയ്തു, ഐദീക്കും നിങ്ങളുടെ കരങ്ങൾ, നിങ്ങൾ നേരത്തെ പ്രവർത്തിച്ച മുൻകൂട്ടി ചെയ്ത കാരണത്താലാണ് നിങ്ങൾക്ക് അത് വന്നത്, ആ ശിക്ഷ വന്നത്. വഅന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലൈസ അവനല്ല, ബിളല്ലാമിൻ ലിൽ അബീദ് അനീതി ചെയ്യുന്നവൻ. ലല്ലാമ എന്ന് പറഞ്ഞാൽ അക്രമി, അനീതി ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ അനീതി ചെയ്യുന്നവനല്ല അല്ലാഹു. ലിൽ അബീദി അടിമകളോട്, അവൻ്റെ അടിമകളോട് അവൻ ഒരു രീതിയിലുള്ള അന്യായവും അനീതിയും ചെയ്യുന്നവനല്ല. നിങ്ങൾ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത്, നിങ്ങൾക്ക് ഈ ശിക്ഷ വന്നെത്തുന്നത് ബിമാ ഖദ്ദമത്ത് ഐദീക്കും നിങ്ങളുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്ത കാരണത്താലാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ചെയ്ത പ്രവൃത്തി മുൻകടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അനുദിനം അത് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെടി നമ്മൾ നട്ടു, ആ പ്രവൃത്തി അതിന് വെള്ളം കൊടുക്കുക, അതിനുള്ള ആഹാരം കൊടുക്കുക, അതിന് സംരക്ഷണം ഏർപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളത് നടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നട്ടിട്ട് അതിനെ അവഗണിക്കുകയാണെങ്കിൽ, വെള്ളവും വളവും സംരക്ഷണവും കൊടുക്കുന്നില്ല എങ്കിൽ അത് നശിച്ചൊടുങ്ങിപ്പോകും. അപ്പോൾ ഇത് രണ്ടും ചെയ്യാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ നന്മയും തിന്മയും ചെയ്യുവാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ കഴിവ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ വീട്ടുമുറ്റത്തെ ചെടിയുണ്ട്,
അതിന് നമ്മൾ നിത്യവും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, ജലം കൊടുക്കുന്നില്ല എങ്കിൽ, ആഹാരം കൊടുക്കുന്നില്ല എങ്കിൽ അതിൽ നിന്നും ഒന്നും സംഭവിക്കില്ല, അത് നശിച്ചൊടുങ്ങിപ്പോകും. ഇതുപോലെയാണ് നമ്മുടെ ആത്മീയ രംഗവും. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പടിക്ക് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. പള്ളിയിലേക്ക് നിങ്ങൾ ഇബാദത്തിന് വേണ്ടി നടന്നു പോവുകയാണെങ്കിൽ, അവൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് അവൻ ചെയ്യുകയാണെങ്കിൽ, അവൻ നിത്യവും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എന്തുമാത്രം പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഇല്ല എങ്കിൽ മെല്ലെ മെല്ലെ ആ ചെടി നശിച്ചു. അതുവാ പറഞ്ഞത്, ദാലിക ബിമാ ഖദ്ദമത്ത് ഐദീക്കും, നിങ്ങളുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്ത കാരണത്താലാണ് അത് സംഭവിക്കുന്നത്. ആ ശിക്ഷ നിങ്ങൾക്ക് വരുന്നത്, ആ നാശം നിങ്ങൾക്ക് വരുന്നത്. അള്ളാഹുവിൻ്റെ മേൽ കുതിര കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. അവൻ്റെ ദാസന്മാരോട് ഒരു അന്യായവും അവൻ പ്രവർത്തിക്കില്ല. അവൻ ഏറ്റവും ഉത്തമമായ ഉദാത്തമായ നന്മ കൊടുക്കുന്നവനാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് മാത്രമാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത്. The Khalifa, this is because of what your own hands have forwarded. നിങ്ങളുടെ കൈകൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അല്ലാഹ് ഈസ് നെവർ അൺജസ്റ്റ് ടു ഹിസ് സെർവൻസ്. അല്ലാഹു തആല തൻ്റെ ദാസന്മാരോട് ഒരിക്കലും ഒരനീതിയും കാണിക്കുന്നവനല്ല. അല്ലാഹ് ഈസ് നെവർ അൺജസ്റ്റ് ടുവേഴ്സ് ഹിസ് സെർവൻസ്. അല്ലാഹു തആല അവൻ്റെ ദാസന്മാരോട് ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്നവനല്ല, അക്രമം പ്രവർത്തിക്കുന്നവനല്ല. ദാറ്റ് മച്ച് ഈസ് ഫ്ലാഗ്രന്റ് when seeing that he always supports the truth and his rightful chosen servants and messengers. അവരെപ്പോഴും അവൻ തിരഞ്ഞെടുത്ത ദാസന്മാർക്ക്, അവൻ തിരഞ്ഞെടുത്ത ദൂതന്മാർക്ക് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ, ഹി ആൾവേസ് സപ്പോർട്ട്സ്, അവൻ പിന്താങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു തആല ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാകും. എങ്ങനെയുള്ളവർക്കാണ്? ദാറ്റ് മച്ച് ഈസ് ഫ്ലാഗ്രന്റ്, ഗൗരവതരമായ ഒരു കാര്യം. വെൻ സീയിങ് ദാറ്റ് ഹി ആൾവേസ് സപ്പോർട്ട്സ് ദ ട്രൂത്ത് ആൻഡ് ഹിസ് റൈറ്റ്ഫുൾ ചോസൺ സെർവൻസ് ആൻഡ് മെസ്സഞ്ചേഴ്സ്, അവൻ അങ്ങനെയുള്ളവർക്ക് അവൻ പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നന്മയായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കും, അവൻ്റെ ഒരു സപ്പോർട്ടുണ്ടാവും. ഇനി അപ്രകാരം നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ആ ചെടി വളരില്ല, പുഷ്പിക്കില്ല, കായ്ഫലങ്ങൾ തരില്ല, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റില്ല, മറ്റാർക്കും നിങ്ങൾക്ക് ആ ഭക്ഷണം എടുത്ത് കൊടുക്കുവാൻ കഴിയില്ല. അത് കാണുമ്പോൾ അങ്ങ് ആകാശലോകത്ത് നിന്നും പറന്നു വരുന്ന പക്ഷികൾ ആ വൃക്ഷക്കൊമ്പിൽ എത്തില്ല, കാരണം ഉണങ്ങി വരണ്ടു പോയി. ഇതൊക്കെ എത്തിച്ചേരുന്നത് ആ കായ്ഫലങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കായ്ഫലമുള്ള മരങ്ങളായി മാറാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. അങ്ങനെ കായ്ഫലമുള്ളവരായി തീരുകയാണെങ്കിൽ ആകാശലോകത്ത് നിന്ന് പക്ഷികൾ, നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത പക്ഷികൾ അവിടെ പറന്നെത്തുകയും അവർ തണൽ കിട്ടുന്നത് കൊണ്ടാണ്, ഭക്ഷണം കിട്ടുന്നത് കൊണ്ടാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരായി നിങ്ങൾ മാറുക. അതായിരുന്നു കാരുണ്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തന്നേക്കാൾ തൻ്റെ സഹജീവികൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തി. അങ്ങനെ നമ്മൾ ആയിത്തീരണം. അപ്പോൾ നിങ്ങളറിയാത്ത നിലയിൽ നിങ്ങളെ തേടി അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എത്തിച്ചേരും. അതുകൊണ്ട് നന്മ ചെയ്യുക, നന്മ പ്രവർത്തിക്കുക, അതിനായി മുന്നോട്ട് പോകുക. അല്ലാഹ് ഷാൽ നെവർ ഹെൽപ്പ് ആൻ ഇമ്പോസ്റ്റർ. കപടവേഷധാരിയെ അല്ലാഹു തആല ഒരിക്കലും സഹായിക്കില്ല. ചില അഭ്യാസമുറകളൊക്കെ കാണിച്ച് വിശ്വാസിയാണെന്ന് പറയും, ഒന്നിനും കാണത്തില്ല, ഒന്നും കൊടുക്കത്തില്ല, ഒന്നും ഇല്ല എന്നുള്ള ഇല്ലരി പാടുന്ന. അധ്വാനിക്കണം,
അള്ളാഹുത്താല നൽകിയ കഴിവ് ഉപയോഗിച്ച് നമ്മൾ അധ്വാനിക്കുക. അതിനുവേണ്ടിയാണ് ഈ പ്രഭാതം അള്ളാഹു പൊട്ടി വിടർത്തുന്നത്, സൂര്യനെ ഉദിപ്പിക്കുന്നത്, പ്രകാശം തരുന്നത്, പകൽ നൽകുന്നത്. നിങ്ങൾക്കൊരു നിശ്ചിത സമയം അനുവദിച്ചു, അതിനുശേഷം നിങ്ങളുടെ ശരീരം അതിന് വഴങ്ങില്ല. അതുകൊണ്ട് അതറിയാവുന്ന സൃഷ്ടാവ് അവന് വിശ്രമത്തിന് വേണ്ടി സമയം അനുവദിച്ചു, രാവ്. ഇതൊക്കെ നൽകിയത്, ഇതൊക്കെ അങ്ങ് ചുമ്മാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതണ്ട. ഒരു ക്ലോക്ക് കൃത്യമായ സമയം കാണിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് ബാറ്ററി പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലേ പറ്റും. ബാറ്ററി വീക്കായ അത് കൃത്യത കാണിക്കില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും ഇത് വീക്കായതായിട്ട് തോന്നുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തെ അഖിലത്തെയും സൃഷ്ടിച്ച് നമ്മുടെ ക്ഷേമത്തിനായിട്ട് ഒരുക്കി നിർത്തി അവൻ്റെ മുമ്പിൽ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി അവൻ്റെ സൃഷ്ടികൾ അഖിലത്തിനും നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള മഹത്തായ സന്ദേശം നൽകുമ്പോൾ, അവൻ പറയുന്ന കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ദിനരാത്രങ്ങൾ ചെലവഴിക്കുകയും അങ്ങനെയുള്ളവർക്ക് പിന്താങ്ങുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന കപടവേഷധാരികളെക്കുറിച്ച് Allah shall never help an impostor towards victory, even though the people may be deceived as to think that a claimant of revelation and divine mission is an actual savior when he is not. അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ വന്നിരിക്കുന്ന ആൾ ഒരു രക്ഷകനൊന്നും അല്ല കേട്ടോ. അവൻ വഴിതെറ്റിയവനാണ്, അവൻ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞാലും ആ ആള് ആ മെസ്സേജ്, ആ മിഷൻ വിജയിപ്പിക്കുക തന്നെ ചെയ്യും അല്ലാഹു. എല്ലാവരും കൂടെ അങ്ങ് എതിർത്താലും ശരി, അല്ലാഹുത്താല നിയോഗിച്ച നിയോഗിതനും ആ സന്ദേശവും ആ സന്ദേശവാഹകനും സത്യം തന്നെയാണ്. അതുകൊണ്ട് ആ മെസ്സേജും ആ സന്ദേശവാഹകനും നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്നെന്നും നിലനിൽക്കുന്ന സത്യഭക്തന്മാരായിത്തീരാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. It may be that in the beginning the impostor may think, ഈ കപടവേഷധാരി, ഈ കപടന്മാർ, ഈ പറഞ്ഞ ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കാത്ത ആളുകൾ, വിശ്വാസികളാണെന്ന് നടിച്ചു കൊണ്ടിരിക്കുന്നവർ, അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ആളുകൾ, അവർ എന്തോ വിചാരിക്കുന്നത്, ഇറ്റ് മേ ബി ദാറ്റ് ആൻഡ് ദ ബിഗിനിങ് ദ ഇമ്പോസ്റ്റർ മേ തിങ്ക്, ആരംഭത്തിൽ ഈ കപടന്മാർ വിചാരിക്കും, ഹിംസെൽഫ് ആസ് മെറിറ്റിംഗ് ദ അലിജിയൻസസ് ഓഫ് പീപ്പിൾ ടു ഹിസ് കാസ്, അവൻ പറയുന്ന ഈ കാര്യങ്ങൾ വിജയിക്കും എന്നാണ് ഈ കപടന്മാർ വിചാരിക്കുന്നത്. ബട്ട് ആൻ ഇമ്പോസ്റ്റർ റിമെയിൻസ് ആൻ ഇമ്പോസ്റ്റർ. കപടവേഷധാരി തന്നെയാണ്. ആൻഡ് അല്ലാഹ് ഷാൽ ഡെഫിനറ്റ്ലി സീസ് ഹിം. അല്ലാഹുത്താല തീർച്ചയായിട്ടും അവനെ പിടികൂടും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനുള്ള സമയം വരുന്നത് വരെ കാത്തിരിക്കുക. വിത്ത് എ ഫിയർഫുൾ ഡെത്ത് ക്വിക്ക്ലി, പെട്ടെന്നായിരിക്കും അവർക്ക് ഒരു പക്ഷേ മരണം കടന്നു വരുന്നത്. അവർ കപടവേഷധാരികൾക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളും അവൻ്റെ അഹന്തയും അവൻ്റെ അഹങ്കാരവും എല്ലാം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കാൻ ഒരല്പസമയം അനുവദിച്ചു കൊടുക്കും. പക്ഷേ അവൻ്റെ അന്ത്യം വളരെ പെട്ടെന്ന് ആയിരിക്കും. ദിസ് കാൾസ് ഫോർ അനദർ കമൻസ്. മറ്റൊരു വ്യാഖ്യാനം, ആസ് ടു ദ മാർട്ടിയർഡം ഓഫ് എ റിയൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഒരു യഥാർത്ഥ പ്രവാചകൻ, അദ്ദേഹം രക്തസാക്ഷിയായെന്നിരിക്കട്ടെ. ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ഒരു കുറച്ച് സമയത്തിനകം ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, വെൻ എവർ ഹിസ് ഡെത്ത് ഹാപ്പൻസ്, അപ്രകാരം ആ മരണം സംഭവിച്ചാൽ, ആസ് ഇറ്റ് ഹാപ്പൻ ടു ദ പാസ്റ്റ് പ്രോഫറ്റ്സ്, മുൻകാല പ്രവാചകന്മാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വെൻ ദ ഇൻഫിഡൽ സ്ലൂ ദം, അപ്പോൾ ദൈവനിഷേധികൾ അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു. അപ്രകാരമുള്ള സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. Allah manifests not his wrath upon them, the infidels. അല്ലാഹു തആല ഈ ദൈവനിഷേധികളുടെ മേൽ അവൻ്റെ ക്രോധം ഉടനെ അത് പ്രകടമാക്കില്ല. Allah manifests not his wrath upon them, the infidels. ഈ ദൈവനിഷേധികളുടെ
നേരെ ഉടനെ ആ ക്രോധം അങ്ങ് വെളിപ്പെടുത്തില്ല. ബട്ട് ഹീ ഷാൽ ഇന്നെവിറ്റബിളി ഡൂ സോ, എന്നാൽ തീർച്ചയായിട്ടും അവൻ അത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഹിസ് ഒപ്പണൻസ് ആൻഡ് മർഡറേഴ്സ് ആൻഡ് റെഡ്യൂസ് ദം ടു പീസസ്. ദൈവനിഷേധികളായിട്ട് നിന്നോട്ടെ, പക്ഷെ പ്രവാചകനെ ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ അവരെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ കഷ്ണങ്ങളാക്കി അവരെ തീർച്ചയായിട്ടും തകർത്തെറിയുക തന്നെ ചെയ്യും. ദീസ് ഡിസ്ട്രക്ഷൻസ് ഷാൽ ബി വിറ്റ്നസ്ഡ് ബൈ ദിസ് പ്രോഫറ്റ്സ് ട്രൂ ആൻഡ് സിൻസിയർ ഡിസൈപ്പിൾസ്. ഈ പരമമായ സത്യം അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ പ്രവാചകൻ്റെ യഥാർത്ഥ അനുചരന്മാരുണ്ടാവും. ഇൻ ദെയർ ലൈഫ് ടൈം, അവരുടെ ജീവിത സമയത്ത് തന്നെ, ഓൺ എർത്ത്, സോ ആസ് ടു ട്രൂത്ത് ആൻഡ് വെറാസിറ്റി ഓഫ് ദർ മെൻറ്റർ ആൻഡ് ഗൈഡ്. അവർക്ക് മാർഗദർശനം നൽകിയ മാർഗദർശിയായ വഴികാട്ടിയായ ആളിൻ്റെ സത്യത നേര് അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. ദറ്റ് ഈസ് ദ മാർട്ടിയേറ്റ് പ്രോഫറ്റ് ബി നോൺ ടു വൺ ആൻഡ് ആൾ. അങ്ങനെ രക്തസാക്ഷിയായ ആ പ്രവാചകനെക്കുറിച്ച് സത്യഭക്തന്മാരായ ആളുകൾ തിരിച്ചറിയുകയും അദ്ദേഹം സത്യവാദിയാണെന്ന് ഘോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. സത്യനിഷേധികളുടെ കാര്യമല്ല അത്. സത്യവിശ്വാസികൾ അദ്ദേഹത്തിന് സാക്ഷി പറയും, അദ്ദേഹം പറഞ്ഞതും ചെയ്തതും സത്യമായ കാര്യമായിരുന്നു. ഇവർ അക്രമികളാണ് ഈ പ്രവർത്തനങ്ങൾ പ്രകാരം ചെയ്തത്. അതുകൊണ്ട് സത്യമാർഗത്തിലുള്ള ഈ പോരാട്ടത്തിൽ ആരും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അത് അനന്തമായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അവരുദ്ദേശിക്കുന്ന ഖിയാമത്ത് നാൾ വരെയും. ഇൻഡീഡ് ഈച്ച് ഹ്യൂമൻ ഷാൽ റീപ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ഓൺ ഡീഡ്സ്. താൻ എന്ത് പ്രവർത്തനങ്ങളാണോ ചെയ്തത് അതിൻ്റെ ഫലം ഓരോ മനുഷ്യനും തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അവനത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും. അത് വിളവെടുപ്പ് അവൻ നടത്തും അവൻ ചെയ്ത പ്രവർത്തനത്തിൽ. അലാസ് ഫോർ ദ ഇൻഫിഡൽസ്, അത്ഭുതമെന്ന് പറയട്ടെ, ദൈവനിഷേധികളും ഹിപ്പോക്രൈറ്റ്സ്, കപടവിശ്വാസികളും, ആൻഡ് സ്ലേയേഴ്സ് ഓഫ് പ്രോഫറ്റ്സ്, പ്രവാചകന്മാരുടെ കൊലയാളികളും. ദ എറ്റേണൽ ഫയർ ഷാൽ ബി സഫിഷ്യൻറ്റ്. അനന്തമായ അഗ്നി അവർക്ക് മതിയായതാണ്. ഫോർ ദം ആസ് റെട്രിബ്യൂഷൻ, അവരുടെ പ്രതിഫലമായി അനന്തമായ അഗ്നി അവർക്ക് മതിയായതാണ്. ഫോർ ദ ക്രൈംസ് ദേ വൺസ് കമ്മിറ്റഡ് അഗൻസ്റ്റ് അല്ലാഹ്, അവർ ചെയ്തത് അള്ളാഹുവിനെതിരായിട്ടുള്ള വൻ കുറ്റമായിരുന്നു. ഹിസ് മെസ്സേജസ്, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾക്കെതിരായി നിലകൊണ്ട വൻ കുറ്റമായിരുന്നു. ആൻഡ് മെസ്സഞ്ചേഴ്സ്, അള്ളാഹുവിൻ്റെ ദൂതന്മാർക്കെതിരായി നിന്ന വൻ കുറ്റമായിരുന്നു. അപ്പോൾ അള്ളാഹുവിന് അനുകൂലമായിട്ടാണ് നാം നിൽക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ സന്ദേശത്തിന് അനുകൂലമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അള്ളാഹു തആലയുടെ പ്രത്യേകമായ സംരക്ഷണം നമുക്കുണ്ടാകും. അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ നിറവേറ്റാതെ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ സുഖലോലുപരായി തങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ ഇരിക്കുക എന്നുള്ളത് അല്ല അല്ലാഹു തആല കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ദിവസങ്ങളിൽ എന്തെന്തെല്ലാം നന്മകൾ ചെയ്യുവാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ചെയ്യുവാൻ, ആ ദീനിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് വേണ്ടി, അടരാടുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ത്യാഗം വരിച്ചു എന്നതാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ സുഖമായിട്ടിരുന്ന് സന്തോഷിച്ചു എന്നതല്ല അവിടെ. അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി നിങ്ങൾക്ക് അനുവദിച്ച ദിനരാത്രങ്ങൾ നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചു, അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ അതിമഹത്തായ ആത്മീയ വിപ്ലവം ലോകത്ത് സ്ഥാപിക്കുവാൻ കഴിയും. നന്മയുടെ ഒരു പ്രവാഹം തന്നെ നമുക്ക് തുറന്നു വിടുവാൻ കഴിയും. അപ്രകാരം പ്രവാഹം തുറന്നു വിടുവാൻ കഴിയുന്നത് പർവ്വതങ്ങളിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ അരുവികൾ ഒരുമിച്ച് ചേരുമ്പോഴാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അരുവികൾ, ഉറവകൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് ചെറിയ തോടായും നദിയായും
അവസാനം അത് മഹാസമുദ്രമായും ആർക്കും കീഴടക്കാനൊക്കാത്ത നിലയിലും എത്തിച്ചേരുന്നത് നമ്മൾ കാണുന്നില്ലേ? അതുകൊണ്ട് ഒരു ചെറിയ അരുവിയായി എവിടെയെങ്കിലും ഒതുങ്ങാതെ ആ അരുവി എത്ര ഉന്നതങ്ങളിൽ നിന്ന് ഒഴുകി തുടങ്ങുന്നതാണെങ്കിലും അത് ഒഴുകി 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 ഏറ്റവും താഴെ ഭാഗത്തേക്ക് ആണത് എത്തിച്ചേരുന്നത്. ഇതുപോലെ നമ്മൾ എത്ര ഉന്നതമായ നിലയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ അടുത്തേക്ക് താഴ്മയോടെ, എളിമയോടെ, വിനയത്തോടെ തോടുകൾ ഒഴുകി മഹാസമുദ്രമാകുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഒഴുകി 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 ഈ നന്മയുടെ പ്രവാഹമായി, അതൊരു വലിയ ജലാശയമായി ലോകത്തിന് മുഴുവൻ നന്മയ്ക്കായി നിലകൊള്ളുന്ന ഒരു സത്യപ്രസ്ഥാനമാണ് ഇസ്ലാം. അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് ഈ കാലത്ത് ഇപ്പോൾ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അത് നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ വിസ്മൃതിയിലേക്ക് കളഞ്ഞോ, പിന്നീട് നമ്മുടെ ഈ ശരീരം നമ്മളോട് കൽപ്പിച്ച സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഈ അതിമഹത്തായ സന്ദേശത്തെ നമ്മൾ ഉപേക്ഷിച്ചോ, ഇതെല്ലാം ചോദ്യവിഷയങ്ങളാകുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹി അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.